Hi, welcome back to Weekly Outlook. It's me Answer from Currency Pips. So നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് നെക്സ്റ്റ് വീക്കിലേക്ക് എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള സപ്ലൈ സോൺസ് ആൻഡ് ഡിമാൻഡ് സോൺസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണത് യൂറോ ക്യാഡ് ആണ്. യൂറോ ക്യാഡിൽ നമുക്ക് ഈ ഒരു സോണും അതുപോലെ തന്നെ ഈ ഒരു സോണും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് സപ്ലൈ സോൺസ് നമുക്ക് വാലിഡ് ആണ്. ഈ ഒരു സോണിൽ നിന്ന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ ഒരു OB നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സപ്ലൈ സോൺ, ഈ ഒരു സപ്ലൈ സോണിൽ നമുക്ക് കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. അടുത്ത യൂറോ NST ആണ്. യൂറോ NSTയിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ല് നോക്കാം. പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് ആണ്. സോ തിരിച്ച് ഈ ഒരു സപ്ലൈ സോണിൽ വരികയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. സോ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP USD ആണ്. GBP USDയിൽ നമുക്ക് ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സോണാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോണും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു സോൺ ഇപ്പോൾ വാലിഡ് അല്ല, അത് ഇൻവാലിഡ് ആണ്. സോ ഈ രണ്ട് സോണും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സോണൊന്നും ഈ ഒരു സോണിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോണിക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. സോ ഈ ഒരു സോണിക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ സെല്ല് നോക്കാം. ഇൻ കേസ് ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ അതിൻ്റെ മേലത്തെ ഈ ഒരു OBയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെല്ല് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂറോ CHF ആണ്. യൂറോ CHFൽ നമ്മൾ നോക്കാൻ പോകുന്ന സോൺ എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോണിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാം. അവിടുന്ന് കൺഫർമേഷൻസ് കഴിയുന്നത് നല്ലതായിരിക്കും. കാരണം OBൻ്റെ മേലായിട്ട് നല്ല രീതിയിൽ ലിക്വിഡിറ്റി ക്രിയേഷൻ നടന്നിട്ടുണ്ട്. സോ ഫെയിൽ ആവാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സോ പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ നോക്കുക, സെല്ല് നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NST ക്യാഡാണ്. NST ക്യാഡ് ഓൾറെഡി ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിയാക്റ്റ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പറ്റുന്ന ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. സോ ഇവിടുന്ന് നിങ്ങൾക്ക് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് യൂറോ JPY ആണ്. യൂറോ JPY ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സോൺ ആയിരുന്നു. സോ ഈ ഒരു സോണിൽ നിന്ന് നിങ്ങൾക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ നോക്കാവുന്നതാണ്. നല്ല പൊട്ടൻഷ്യൽ സോൺ തന്നെയാണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് സെല്ല് നോക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. ഇവിടുന്ന് സെല്ല് നോക്കിയിട്ട് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരെയൊക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടുന്ന് ഇനി റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുന്നേ ഇവിടുന്ന് റിയാക്ഷൻ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബൈ നമുക്ക് ഒന്നെങ്കിൽ ഈ സോൺ വരെ നോക്കാം, അല്ലെങ്കിൽ ഈ ഒരു സോൺ വരെ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം കേട്ടോ. ഈ ഒരു ഏരിയ വരെ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് CAD CHF ആണ്. CAD CHF ഓൾറെഡി ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ, ഒരു ബൈ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ USD CHF ആണ് നോക്കുന്നത്. USD CHF നമുക്ക് ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിമാൻഡ് സോണിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് NST USD ആണ്. NST USDയിൽ നമുക്ക് ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാം. ഈ ഒരു സോണിക്ക് വേണ്ടിയുള്ള ലിക്വിഡിറ്റി ക്രിയേഷൻസ് ഒക്കെ മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഗ്രാബ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് പ്രോപ്പർ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP CHF ആണ്. GBP CHF നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സോണായിരുന്നു ഈ ഒരു സോണ്. സോ അവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രൈസ് റിയാക്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു സോൺ മിസ്സായവർക്ക് ഈ ഒരു സോണിലും കൂടെ എൻട്രി ചെയ്യാമായിരുന്നു. ഇവിടുന്നും എൻട്രി എടുക്കാം. ഈ ഒരു സോണിൽ നിന്നും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ടാപ്പ് ആകുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. നെക്സ്റ്റ് എൻട്രി നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് പ്രൈസ് റിയാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സോണിലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ 5 മിനിറ്റിൽ. സോ നിങ്ങൾക്ക് ഇനി സെല്ല് നോക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് സെല്ല് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, GBP CHF സെല്ല് നോക്കാം. ഈ ഒരു സോൺ വരെ നമുക്ക് സെല്ല് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP JPY ആണ്. GBP JPYയിൽ ഈ ഒരു സോണിൽ നിന്ന് ഇപ്പോൾ പ്രൈസ് റിയാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്ത സോണാണ്. സോ ഇവിടുന്ന് പ്രോപ്പർ കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇനിയും നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. കാരണം ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ഇപ്പോഴും നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് GBP AUD ആണ്. GBP AUDയിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സോണാണ്. ഈ സോൺ നല്ല രീതിയിൽ പ്രൈസ് റിയാക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സോണിലേക്ക് പ്രൈസ് എത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ നോക്കാം. സോ ആ ഈ ഒരു ഏരിയനുള്ളൂ നമുക്ക് ഇനിയിപ്പോൾ ബൈ നോക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത് GBP AUDയിൽ. നെക്സ്റ്റ് നമ്മൾ യൂറോ GBP ആണ്. യൂറോ GBP ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സോണിൽ നിന്ന് പ്രൈസ് നല്ല രീതിയിൽ റിയാക്റ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും തിരിച്ച് മേലെ കയറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടിയതിന് ശേഷം വീണ്ടും പ്രൈസ് ഈ ഒരു ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ എന്നുള്ളത്. സോ നിങ്ങൾക്ക് 50 മിനിറ്റിലൊക്കെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ഗ്രാബ് ചെയ്യാവുന്നതാണ്.
ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രൈസ് എന്തായാലും ഈ ഒരു സോണിക്ക് വരും. ഈ സോണിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റിൽ 50 മിനിറ്റിലെ കൺഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് CAD JPY ആണ്. CAD JPY ഇപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്നാണ് റിയാക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5 മിനിറ്റിലൊക്കെ ഒരു ബെയറിഷ് സ്ട്രക്ചറിനെയാണ് ടോട്ടലി ഉള്ളത്. സോ നിങ്ങൾക്ക് 5 മിനിറ്റിൽ 50 മിനിറ്റിലൊക്കെ ഒരു സെൽ എൻട്രീസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്, സെല്ല് നോക്കാവുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ നോക്കാം. കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ AUD JPY ആണ് നോക്കാൻ പോകുന്നത്. AUD JPY നമുക്ക് ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാൻ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്താണ്. ഈ ഒരു സമയമായിട്ട് നമ്മൾ സോണിക്ക് പ്രൈസ് എത്തിയിട്ടില്ല. സോ സെല്ല് നോക്കണ്ട, കാരണം ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ് ഇപ്പോൾ കറൻറ്റിലുള്ളത്. സോ നിങ്ങൾ സെല്ല് നോക്കണ്ട. ഈ ഒരു ഏരിയയിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. ഈ ഒരു ഏരിയയിൽ തന്നെ വരെ വെയിറ്റ് ചെയ്യണം നല്ലത്. നെക്സ്റ്റ് നമ്മൾ NST JPY ആണ്. NST JPYയിൽ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഈ ഒരു സോണാണ്. ഈ ഒരു സോണിലെത്തുകയാണെങ്കിൽ നമുക്ക് ബൈ നോക്കാം. സോ ഇത്രയും പേഴ്സാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കാൻ പോണത്. സോ നിങ്ങൾ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പൊസിഷൻസ് ഒക്കെ ചെയ്തിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ പ്രോപ്പർ കൺഫർമേഷൻസ് നോക്കുക. എല്ലാ സോണും ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. സോ നിങ്ങൾക്ക് ഓരോ സോണിക്ക് എത്തിയതിന് ശേഷം 5 മിനിറ്റിൽ 50 മിനിറ്റിൽ 1 അവറിലൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങളതായിട്ട് കൺഫർമേഷൻസ് ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.